ഒരു കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ആർഭാടമേറിയ വില കൂടിയ ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു പണക്കാരനായ ഒരാൾ. തികച്ചും അപ്രതീക്ഷിതമായി ആ കാറിൽ ഒരു കല്ല് വന്നു വീണു. അയാൾ കാർ ചവിട്ടി നിർത്തി. താഴെ ഇറങ്ങി നോക്കിയ സമയത്ത് അയാൾക്ക് മനസ്സിലായി ആരോ എറിഞ്ഞതാണ്. ആ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ദേഷ്യം വന്നു. സ്വാഭാവികമായിട്ടും കാറിൽ എറിഞ്ഞതാണ്. അയാൾ ഓടിപ്പോയി ആ കുട്ടിയുടെ അടുത്തേക്ക്. കുട്ടി കൈകൂപ്പി പറഞ്ഞു, ഞാൻ എറിഞ്ഞതാണ്, പക്ഷെ എന്നൊന്നും ചെയ്യരുത്. എന്റെ സഹോദരൻ പോളിയോ ബാധിച്ച ഒരു വീൽ ചെയറിൽ തള്ളിപ്പോവുകയായിരുന്നു. അവൻ മറിഞ്ഞു വീണു. അവനെ എടുത്ത് വീൽ ചെയറിൽ ഇരുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് പല കാറുകൾക്കും ഞാൻ കൈ കാണിച്ചു, ആരും നിർത്താതെ പോയി. ദയവായി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അടിക്കരുതെന്ന് പറഞ്ഞു. അയാൾക്ക് വല്ലാത്ത വേദന തോന്നി. ആ പോളിയോ ബാധിച്ച സഹോദരനെ വീൽ ചെയറിലിരുത്തി അയാൾ തിരിച്ച് കാറിൽ വന്ന് വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയ സമയത്ത് ഡ്രൈവർ ചോദിച്ചു, കാർ റിപ്പയർ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, വേണ്ട, ഇതൊരു മാർക്കായിട്ട്, ഒരു അടയാളമായിട്ട് കിടക്കട്ടെ. വേഗതയോടുകൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ആ മാർക്ക് അവിടെ കിടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ശിശുദിനമാണ്. നമുക്കറിയാം, ഈ മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നമ്മൾ എപ്പോഴും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 50 ലക്ഷം രൂപ വിലയുള്ള ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് അല്ല, 50 ലക്ഷം രൂപ വിലയുള്ള ഫ്ലാറ്റ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോഴും ഒരു പക്ഷേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് എപ്പോഴും വേണം, വെള്ളം വേണം, വായു വേണം, പാർപ്പിടം വേണം. വീടില്ലാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. വീട് നമുക്കും വേണം. പക്ഷേ വീട്ടിൽ അമിതമായിട്ടുള്ള ആർഭാടങ്ങൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടും പറയാം, നമുക്ക് ആർഭാടത്തിലേക്ക് പോകണ്ട, ഇതിന്റെ ഒരു പങ്ക് നമുക്ക് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കാം, അവർക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട്. പണ്ട് എം.എൻ. ഗോവിന്ദൻ നായർ ഭവന വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ലക്ഷം വീട് പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നത്. അന്ന് തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ ഒരു പാട്ടുണ്ട്, വീടുകൾ ഉണ്ടാവുന്നു ഞങ്ങൾക്കും ലക്ഷം വീടുകൾ എന്നുള്ള അനാഥരുടെ നന്ദി ജനങ്ങളോട് പറയുന്ന ഒരു പാട്ട്. ആ പാട്ട് മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ കൊച്ചുകൂട്ടുകാർ പാടുന്നു. അതോടൊപ്പം ഒരു വിസ്മയം വിരിയുന്നു. ഇത് ഒരു സന്ദേശമായി കൊച്ചുകൂട്ടുകാർ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക, കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് പോകുന്നതിന് മുമ്പ്